ബ്രീത്തിങ് ഓഫ് ഗോഡ്. ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് വിലപിക്കുന്ന ഒരു വാക്കുകളായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓണമായാലും മറ്റ് വിജാതീയ ആഘോഷങ്ങളായാലും ഈ നമ്മുടെ ഇടയന്മാരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ആചരിക്കുന്നതെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാനേ കഴിയൂ. നമ്മളവരെ കുറ്റപ്പെടുത്താനായി പോകേണ്ടതില്ല. എന്നാൽ അവരിലുള്ളത് വിജാതീയ ദേവീദേവന്മാരുടെ ആത്മാവാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, 2000-ലേറെ ആത്മാവ് വേണം ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തണമെങ്കിൽ, അതും ദുരാത്മാക്കൾ. അപ്പോൾ ക്രിസ്തു തന്നിരിക്കുന്ന ജീവാത്മാവിനെ ഇത്തരത്തിലുള്ള എത്ര ആത്മാക്കൾ കൂടിയാലാണ് ഇങ്ങനെ വീഴിക്കാൻ പറ്റുക? അപ്പോൾ അത്രത്തോളം ക്ലേശത്തിലൂടെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആചരിക്കാനും അനുഷ്ഠിക്കാനൊക്കെ ആയിട്ട് പറ്റുക. അവർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയോ ക്രിസ്തുവിനെയോ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി വരുന്നത്? നമുക്കിത്രയേ ഉള്ളൂ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവാത്മാവിനെയും ആ ജീവാത്മാവിൻ്റെ മേൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ധ്യാനിക്കുകയും നന്ദി പറയുകയും കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം. ലോകത്ത് കർത്താവായ യേശു ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ നാമവും കടന്നു ചെന്നിരിക്കുന്ന ഏത് നാടാണ്, ഏത് രാജ്യമാണ്, ഏത് പട്ടണമാണ്, ഏത് നഗരമാണ്, ഏത് ഗ്രാമമാണ് അനുഗ്രഹിക്കപ്പെടാത്തത്, വിശുദ്ധീകരിക്കപ്പെടാത്തത്, നന്മകൾ കൊണ്ടുവരാത്തത്? ക്രിസ്തുവിൽ നിന്നല്ലേ ലോകത്തുണ്ടായ എല്ലാ ആധുനിക കണ്ടുപിടുത്തങ്ങളും ആധുനിക അനുഗ്രഹങ്ങളെല്ലാം വന്നിരുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നല്ലേ, ക്രിസ്തുവിൽ നിന്നല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കരുത്. നമ്മൾ ആരോടും തല്ലുകൂടാനോ പോരുകുത്താനോ ഒന്നും പോകണ്ട. നമുക്ക് ദൈവം തന്നെ നമ്മുടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് ആത്മാവിലും സത്യത്തിലും നമുക്ക് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം, അവനെ ആരാധിച്ച് സ്തുതിക്കാം, നന്ദി പറയാം. നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. കടന്നു വന്ന വഴികളൊന്നും നമ്മൾ മറക്കാതിരിക്കട്ടെ. കടന്നു പോകുന്ന വഴികളും നമുക്ക് മറവി ഉള്ളതാകാതിരിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. കഴിയുന്നവർ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.